വലിയ പേരുള്ള ചെറിയ മനുഷ്യൻ വരുന്നുണ്ട്, അഹമ്മദ് കബീർ ബാക്കവി വരുന്നുണ്ട്. നമ്മൾ കാത്തിരുന്നു. സഹോദരങ്ങളെ, നിങ്ങൾ ഇപ്പോൾ എന്നെ കാത്തിരിക്കാൻ കാരണം എന്താ? അഹമ്മദ് കബീറിന്റെ നാവിനും എടുക്കുന്നുണ്ട്, അഹമ്മദ് കബീറിന്റെ നാക്കിനും എടുക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്നെ കാത്തിരിക്കും, നിങ്ങൾ എന്നെ കാത്തിരിക്കും. അഹമ്മദ് കബീറിനാണെങ്കിലോ ഒടുക്കത്തെ തിരക്കാണ്. നേരത്തെ വരണമെന്ന് കരുതിയതാണ്. ജുമ കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ ആളുകളുടെ തിരക്ക് അവിടെ ഇരുന്നു. അവസാനം ഇറങ്ങിയപ്പോൾ സമയം തീർന്നു. സഹോദരങ്ങളെ, വഴിയാണ് എത്തിയത്. അഹമ്മദ് കബീറിന് ഒടുക്കത്തെ തിരക്കാണ്. കാരണം എന്താ? അഹമ്മദ് കബീറിന്റെ നാക്കിന് ഇപ്പോഴും എടുക്കണ്ട്. എന്റെ ധാരാളം സഹോദരങ്ങൾ എന്നെ വാങ്ങിന് ബുക്ക് ചെയ്യാൻ വന്നു. ഞാൻ പറഞ്ഞു 2011 ഫുള്ളാണ്, 2013 മാർച്ച് കഴിഞ്ഞിട്ട് തരാമെന്ന്. എന്റെ മനസ്സിലുണ്ടായ അഹങ്കാരം എന്റെ ഷെഡ്യൂൾ പറയാനല്ല, കാരണം അഹമ്മദ് കബീറിന് ഒടുക്കത്തെ തിരക്കാണ്. പക്ഷേ സഹോദരങ്ങളെ, നാക്കിനും ഇടുക്കുള്ളത് കൊണ്ട് അഹമ്മദ് കബീറിന്റെ തിരക്ക് മാറും. അഹമ്മദ് കബീറിന്റെ തിരക്ക് മാറും എപ്പോഴെന്നറിയോ? നാക്കിന്റെ മിടുക്ക് അവസാനിച്ചിട്ട് 3 വെള്ളത്തുണിയിൽ പൊതിഞ്ഞിട്ട് അഹമ്മദ് കബീറിനെ എന്റെ വീടിന്റെ ഉമ്മറപ്പടിയിൽ പരത്തി കിടത്തുമ്പോ ആ സമയത്ത് എനിക്ക് തിരക്കില്ല. പക്ഷേ കൂടെ അടുത്ത് നിൽക്കുന്നവർക്ക് വല്ലാത്ത തിരക്കാണ്. മയ്യത്തടക്കാറായില്ലേ, എടുക്കാറായില്ലേ, അസറിന് മുമ്പേ എടുക്കണം, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ മണ്ണിട്ട് മൂടണം. അന്ന് എനിക്ക് തിരക്കില്ല, കാരണം എന്റെ നാക്കിന്റെ മിടുക്കങ്ങളില്ലാതായി. അന്ന് കൂടെ നിൽക്കുന്നവർക്കാണ് തിരക്ക്. അസറിന് മുമ്പെടുക്കണ്ടേ, അസറ് കഴിഞ്ഞിട്ടല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ പറയുന്നു, ആൺകുട്ടികൾക്കാണ് ചരിത്രം ബാക്കി നിൽക്കുക, ആൺകുട്ടികൾക്കാ വേണ്ടിയാണ് ചരിത്രം ബാക്കി നിൽക്കുക. യഥാർത്ഥത്തിൽ എന്റെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു പച്ച മനുഷ്യരാവുകയാണ്. ഈ അഗതി അനാഥ യതീമീങ്ങളായ മക്കളുടെ മുമ്പിൽ എന്റെ പൊന്നുമക്കളെ, ഞാനൊരു പച്ച മനുഷ്യനാവുകയാണ്. ജീവിതത്തിൽ എന്റെ ഉപ്പയുടെ മുഖം ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളെക്കാൾ വലിയൊരു അഗതിയായി, അനാഥനായി, ജീവിതത്തിന്റെ കട്ടപ്പാടുകളുടെ തുരുത്തിലൂടെ കടന്നു നിന്നവൻ. ഇന്ന് നിങ്ങൾ കാത്തു നിൽക്കുന്ന വലിയ സൗഭാഗ്യശാലി എന്ന് കരുതുന്ന ഞാൻ, എന്റെ ഉപ്പയുടെ മുഖം ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഹിഫ്ള് പഠിക്കാൻ വേണ്ടി മദ്രസയിൽ ചെല്ലുമ്പോ വ്യാഴാഴ്ച ദിവസം എന്റെ കൂടെയുള്ള മുത്തഅല്ലിമീങ്ങളുടെ ഉപ്പയും ഉമ്മയും വലിയ ബക്കറ്റിൽ പലഹാരം നിറച്ച് കാണാൻ വരുമ്പോ കിടക്കുന്ന റൂമിന്റെ ജനാല കമ്പിയിൽ പിടിച്ചിട്ട് എനിക്കൊരു നേരത്തെ മധുര പലഹാരം തരാൻ എന്റെ ഉപ്പ ഇല്ലല്ലോ എന്നോർത്തിട്ട് പൊട്ടിക്കളഞ്ഞ ദിവസങ്ങളുണ്ട്. ആ കൊച്ചു ബാരനിൽ നിന്നാണ് അഹമ്മദ് കബീർ ഉണ്ടായത്. സഹോദരങ്ങളെ, എനിക്കൊരു നേരത്തെ ഭക്ഷണം തരാൻ എല്ലാവരുടെയും വലിയ മുതലാളിമാരുടെ മക്കളെ കെട്ടിപ്പിടിച്ച് ഭക്ഷണം കൊടുക്കുമ്പോ കീറിപ്പറിഞ്ഞ ഒരു തലപ്പായിൽ കമന്ന് കിടന്ന് കരഞ്ഞിട്ടുണ്ട്. ജനാല കമ്പിയിൽ പിടിച്ചിട്ട് എനിക്കെന്റെ ഉപ്പയില്ലല്ലോ, ഉമ്മ കൂലിപ്പണിക്ക് പോയില്ലെങ്കിൽ ഞങ്ങള് പട്ടിണിയാണ്. ആ കരഞ്ഞ മനുഷ്യരിൽ നിന്ന് നിങ്ങളപ്പോ ഒരു അനാഥനായി വളർന്നാൻ ഒരു അനാഥ മന്ദിരത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോ ഇന്നെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്റെ മക്കളെയാണ്. ഇന്ന് ജുമ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ, യഥാർത്ഥത്തിൽ തിരിച്ചു വരുമ്പോ കൊല്ലം വഴി വന്നാ മതി. ഞാൻ അവിടെ നിന്ന് വാഹനം എടുക്കുമ്പോ, ഞാൻ രാവിലെ സലാം പറഞ്ഞിറങ്ങുമ്പോൾ എന്റെ 2 മക്കൾ, എന്റെ ഏറ്റവും അടുത്ത എന്റെ 2 പൊന്നുമക്കൾ ഇടത്തെ കവളിലും വലത്തെ കവളിലും മുന്ന് തന്നിട്ട് പറഞ്ഞു, ഉപ്പാ വരുമ്പം മിഠായി കൊണ്ടുവരണേ. 2 മക്കളോട് സലാം പറഞ്ഞ് ജുമയ്ക്ക് സെൻട്രൽ ജുമാ മസ്ജിദിൽ പോയി. ചേലക്കൽ ഉസ്താദ് വിളിച്ച് 8 മണിക്ക് വാങ്ങ് തുടങ്ങണം. അവിടെ നിറങ്ങുമ്പം 5 മണി കഴിഞ്ഞു. ഞാൻ കൊല്ലം വരെ നേരിട്ട് വന്നാ മതി. അവിടെ നിറങ്ങി വീട്ടിലേക്ക് വരാൻ തിരിക്കുമ്പോ ആ സമയത്താണ് വീട്ടിൽ നിന്ന് ഫോൺ. 3.5 വയസ്സുകാരന്റെ മിഠായി വാങ്ങിച്ചോ. നേരെ എന്റെ വണ്ടി തിരിഞ്ഞു. 1000 വന്നിട്ട് ഞാൻ എന്റെ വീട്ടിൽ പോയി മക്കൾക്ക് മിഠായി കൊടുത്തു. ചായ കുടിച്ചിട്ട് വെളിയിലിറങ്ങി. ഭാര്യ ചോദിച്ചു എപ്പോ വരും? ഞാൻ പറഞ്ഞു ഇൻഷാ അല്ലാഹ് ഒരു 11 മണിക്ക് തിരിച്ചു വരുമെന്ന്. കാത്തിരിക്കുകയാണ് എന്റെ പൊന്നുമക്കൾ. 11 മണിക്ക് ഉപ്പ വരുന്നത് കണ്ടിട്ട് കിടന്നുറങ്ങാൻ മഹദനി ഉസ്താദ് ഈ സംഭവം എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്നെ കാത്തിരിക്കുന്ന പൊന്നുമക്കളുടെ മുമ്പിൽ ഞാൻ എത്തുമ്പോ, സഹോദരങ്ങളെ, ആർക്കറിയാം അഹമ്മദ് കബീർ ജീവനോടെ വീട്ടിലെത്തുമോ? അതല്ല 3 വെള്ളത്തുണിയിൽ പൊതിഞ്ഞ ഈ പാവപ്പെട്ടവന്റെ മയ്യത്താകുമോ വീടിന്റെ ഉമ്മറപ്പടിയിലെത്തുക? കളിപ്പാട്ടം കാത്തിരിക്കുന്ന പൊന്നുമക്കളുടെ മുമ്പിൽ വിധിയുടെ മറ്റൊരു കളിപ്പാട്ടം പോലെ മലന്ന് കിടക്കുമ്പോ ആ സമയത്ത് എന്റെ പൊന്നുമക്കള് എന്റെ മയ്യത്തിൽ കെട്ടിപ്പിടിച്ചിട്ട് പൊട്ടിക്കരയുമ്പോ മലന്ന് കിടന്നിട്ട് എനിക്ക് പറയാൻ കഴിയണ്ടേ? ആത്മാവിന്റെ ഭാഷയിൽ പറയണ്ടേ? പൊന്നുമക്കളെ, കരയണ്ടടാ,
പൊന്നുമക്കളെ കരയണ്ടടാ. നിങ്ങളുടെ വാപ്പയ്ക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഇനിയല്ലേ നിങ്ങളുടെ വാപ്പയ്ക്ക് സ്വർഗമുള്ളത്, ഇനിയല്ലേ നിങ്ങളുടെ വാപ്പയ്ക്ക് ഹുർലിയങ്ങളുള്ളത്, ഇനിയല്ലേ നിങ്ങളുടെ വാപ്പയ്ക്ക് സ്വർഗത്തിന്റെ ഫുസ്ഹത്തുൽ ജന്നയുള്ളത്. വഅമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ ഫറൗഹും വറയ്ഹാനുൻ വജന്നത്തുൻ നഈം. അല്ലാഹുക്കടുത്തവനാണോ, അല്ലാഹുക്കടുത്തവനാണോ അവന് റൂഹുണ്ട്, റൈഹാനുണ്ട്, ജന്നത്തുൻ നഈമുണ്ട്. സഹോദരങ്ങളെ, ഞാൻ പറയുന്നു, നമ്മളിവിടെ ഇരിക്കുമ്പോ മഅദനി ഉസ്താദിന്റെ കോയമ്പത്തൂർ ജയിലിൽ കിടന്ന 12 വർഷം ലാഭമാണ്, ഇപ്പൊ കിടക്കുന്നത് ലാഭമാണ്. കാരണം ഒരു തെറ്റിനെ കുറിച്ച് ചിന്തിക്കണ്ട, ഒരു തെറ്റിനെ കുറിച്ച് കണ്ണുകൊണ്ട് കാണണ്ട. തടവറക്കുള്ളിൽ ഖുർആൻ ഓതി ദിക്റ് ചൊല്ലി തഹജ്ജുദ് നിസ്കരിച്ചിട്ട് മഅദനി ഉസ്താദിന്റെ വർഷങ്ങൾ പോവുകയാണ്. ഒരു സുപ്രീം കോടതി നഷ്ടപരിഹാരം കൊടുക്കണ്ട. കാരണം പടച്ചറപ്പിന്റെ മുമ്പിൽ സ്വർഗത്തിന് വില പറയുന്ന 10 വർഷമാണിത്. ഓരോ ദിവസവും എത്ര ഭാഗ്യവാനാ മനുഷ്യന്. ഞാൻ പറയുന്നു, ദുനിയാവിൽ ചിലപ്പോൾ നമ്മുടെ ഭാഗ്യത്തിലല്ല, പരലോകത്താ മനുഷ്യൻ ഭാഗ്യവാനാണ്. ആ മനുഷ്യൻ ഭാഗ്യവാനാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാവിന് മിടുക്ക് നഷ്ടപ്പെടുമ്പോ ആ സമയത്ത് എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ ഖുർആന് സ്വാഗതം പറയണം. ഖുബൈബ് റളിയല്ലാഹു അൻഹു കിടന്ന് പെടയുകയാണ്. അള്ളാഹുവിന്റെ ഖുർആന് സ്വാഗതം പറഞ്ഞില്ലേ? യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയാ. ഖുബൈബ് റളിയല്ലാഹു അൻഹു വഫാത്തായ പറഞ്ഞ ആയത്താണിത്. സന്തോഷമടഞ്ഞ ആത്മാവേ, അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു വരിക, അള്ളാഹുവിന്റെ സ്വർഗത്തിലോട്ട് കടന്നു വരിക. അതുകൊണ്ട് മരിക്കുന്ന സമയത്ത് വീരപുരുഷനായിട്ട് മരിക്കണം, വീരനായിട്ട് മരിക്കണം. അതിനാരാകണം? കാല റജുലൻ, ആൺകുട്ടിയാകണം. റജുലൻ ആൺകുട്ടിയാവണം. ആൺകുട്ടിയാരാ? ആൺകുട്ടിക്ക് 7 മുഖലക്ഷണം ഖുർആൻ പറയുന്നു. നമുക്ക് പിന്നീട് അധികം സംസാരിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ഒരു ആൺകുട്ടിയായി നമ്മുടെ ദൗത്യം നമുക്ക് പൂർത്തീകരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു ആൺകുട്ടിയാക്കി തരട്ടെ. ആൺകുട്ടി എന്ന് പറഞ്ഞാൽ ആൺകുട്ടിക്ക് 7 ലക്ഷണം ഖുർആൻ പറയുന്നുണ്ട്. ഖുർആൻ സൂറത്ത് തൗബ, സൂറത്ത് നൂർ. അത് ഇൻഷാഅല്ലാഹ് നമുക്ക് പിന്നീട് ഒരിക്കൽ കടന്നു പറയാം. കാരണം അത് പറയാനുള്ള സമയമില്ല. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ആൺകുട്ടിയാരാ? മരിക്കുന്ന സമയത്ത് ഖുർആൻ സ്വാഗതം പറഞ്ഞു, മരിക്കുന്ന സമയത്ത് ഖുർആൻ സ്വാഗതം പറഞ്ഞു. അള്ളാഹു ആ അവസ്ഥയിൽ നമ്മളെ എത്തിക്കട്ടെ. അള്ളാഹു ആ അവസ്ഥയിൽ നമ്മളെ എത്തിക്കട്ടെ. എന്താ പറയാത്തത്? എന്താ പറയാത്തത്? അള്ളാഹു ആൺകുട്ടിയാക്കി തരട്ടെ. അള്ളാഹു ആൺകുട്ടിയാക്കി തരട്ടെ ഇൻഷാ അല്ലാഹ്. പക്ഷെ അതിനെന്തുണ്ടാവണം? ദുനിയാവിനെ വിടണം, ആഖിറത്തെ കുറിച്ച് ചിന്തിക്കണം ഇൻഷാ അല്ലാഹ്. ഇവിടെ ഒരു ആൺകുട്ടി നമ്മുടെ അൻവാറിന് വേണ്ടി മഅദനി ഉസ്താദിന്റെ ഏറ്റവും വലിയ സ്വപ്നം ഇതാണ്. നമ്മൾ മഅദനി ഉസ്താദിനോട് കാണിക്കേണ്ട ഏറ്റവും വലിയ സ്നേഹം ഈ അൻവാർ തകരണം, ഈ അൻവാർ തളരാൻ നമ്മൾ ഇടവരുത്തരുത് ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ കയ്യിൽ 10 രൂപയുള്ളൂ, അത് ഇവിടെ കൊടുത്തിട്ട് ഇൻഷാ അല്ലാഹ് നമുക്കത് ചെയ്യാൻ കഴിയും.